कसम आज गमगी हैं हम भी जा आज मेरे सनम. കഥാകാരൻ മൺമറിഞ്ഞിട്ടും കഥകളും കഥാപാത്രങ്ങളും മലയാളിയുടെ വായനാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു. ഭാഷയ്ക്കും വ്യാകരണത്തിനുമപ്പുറം സാധാരണക്കാരന്റെ കഥ പറഞ്ഞ എഴുത്തുകാരന് സ്വീകാര്യതയ്ക്ക് ഇന്നും കുറവില്ല. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത കൃതികൾ. ബാല്യകാല സഖിയും പാത്തുമ്മയുടെ ആടും തേടിയെത്തുന്നവരുടെ എണ്ണം കൂടുകയാണ്. മതത്തിന്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് മനുഷ്യനെ വളർത്തിയ എഴുത്തുകാരന്റെ പ്രസക്തി ഏറിവരികയാണെന്ന് മകൾ ഷാഹിന പറഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, 58-ലാണെന്ന് തോന്നുന്നു, അദ്ദേഹം ആകാശമിട്ടായി പറയുന്നത് എന്നുള്ള പേരിൽ മതവും ജാതിയും ഒന്നും ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് ഉൾപ്പെടെ വിവിധ ഭാഷകളിലേക്ക് ബഷീർ കൃതികൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആസ്വാദനം തലമുറകൾ ഏറ്റെടുക്കുമ്പോൾ മലയാളത്തിലെ ഒരേയൊരു സുൽത്താനായി ബഷീർ ജീവിക്കുന്നു. AP ഭവിത, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.